ഏകദേശം ഒരു മണി 2 മണി ആയെന്ന് തോന്നുന്നു. പള്ളിമണി അടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും പള്ളിക്കകത്തേക്ക് കയറി. പള്ളിയിൽ വീണ്ടും പ്രാർത്ഥനകൾ തുടങ്ങുന്ന സമയമായിരുന്നെന്ന് തോന്നുന്നു. പോലീസുകാർ ഞങ്ങളെ 2 സെക്ഷനാക്കി നിർത്തി. അതായത് ഈ ഒരു തൂണിൻ്റെ അപ്പുറത്ത് മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓർത്തഡോക്സ് വിഭാഗമാണെന്ന് തോന്നുന്നു. അവരുടെ പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ആ പ്രാർത്ഥനയൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു 3, 3:30 ആയായിരുന്നു. പിന്നെ അന്നേരത്തേക്ക് എല്ലാവരും മടുത്തു. ഇത് കണ്ടില്ലേ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങിയായിരുന്നു. ക്ഷീണം കാരണം ഭയങ്കര തണുപ്പുമാണല്ലോ. പിന്നെ 4:30 ആയപ്പോഴത്തേക്കും കുർബാന തുടങ്ങി. അതായത് മലയാളം കുർബാന ഉണ്ടായിരുന്നു, അത് തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് അവിടെ കയറി കാണാനൊന്നും സമയം കിട്ടിയില്ല. വെളുപ്പിനെ ആയപ്പോഴത്തേക്കും മടുത്ത് ചത്തു എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ അത്യാവശ്യം കുറച്ച് ആ ഒരു പള്ളിക്കകത്തെ തന്നെ ഒരു വീഡിയോയാണ്. പിന്നെ പുറത്ത് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നെങ്കിലും അതും യുദ്ധത്തിൻ്റെ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരത് പൊളിച്ചു മാറ്റി. ക്രിസ്മസ് ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരതെല്ലാം പൊളിച്ചു മാറ്റി. പിന്നെ ഞങ്ങൾ വേഗം ബസ്സിൻ്റെ അങ്ങോട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും ബസ് നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ബസ് അറേഞ്ച് ചെയ്തവർ തന്നെ ഫുഡും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ അത്യാവശ്യം ഷോപ്സൊക്കെ ഓപ്പണാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഒരു യുദ്ധം വല്ലാതെ ഈ ഒരു ഫലസ്തീനിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ രാത്രി ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് പൂത്ത് കിടന്നുറങ്ങുന്ന പോലെ ഞാൻ കിടന്നുറങ്ങി പകൽ മുഴുവൻ. പിന്നെ 25-ാം തീയതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഇന്ന് 26-ാം തീയതി ഞാൻ കുറച്ച് പൈനാപ്പിൾ റൈസും അതുപോലെ തന്നെ പാൽക്കൊഞ്ചും ഉണ്ടാക്കി. നമ്മുടെ ഷെഫ് പിള്ളേൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ അമ്മച്ചി എനിക്കൊരു വീഞ്ഞ് തന്നായിരുന്നു. അതും എടുത്ത് ഇച്ചിരി കഴിച്ചു. രാവിലെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ നട്ടുച്ചയായപ്പോഴത്തേക്കും നല്ല വിശപ്പ് കയറിയായിരുന്നു. പിന്നെ കുറച്ച് മീൻകറിയും ബീഫും പിന്നെ അതുപോലെ സലാഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി അങ്ങ് കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ് ആഘോഷം.